നമ്മളീ രാത്രി 3 മണിക്ക് സമയം എത്ര? 3:21. ഈ സമയത്ത് ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? നെക്കല് വരെ നമ്മള് പോവാണ്. അവിടെ ഹോട്ട് സ്പ്രിങ് ഒരു വെള്ളത്തിന്റെ സംഭവം ഉണ്ട്, അത് കാണാൻ വേണ്ടി. ഏകദേശം ബറക്കേന്ന് ഒരു 35 കിലോമീറ്ററിലുണ്ട് അങ്ങോട്ട് പോവാന്. സാധാരണ എല്ലാവരും അവിടെ പോലെ പകലാണ്, പക്ഷെ നമ്മള് വെറൈറ്റിയില് നമ്മളൊരു ഭ്രാന്തോട്ട് എല്ലാവരും ഇപ്പൊ ഞങ്ങളെല്ലാവരും ജിമ്മിൽ വർക്ക് ചെയ്തിട്ട് ജിമ്മില് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പോവാണ്. അവിടെ പോയിട്ട് എന്താ പറയാ, ഒന്ന് മുങ്ങി കുളിക്കാനില്ല. ഏകദേശം മസ്കത്തിലെ ചൂടൊക്കെ എന്ന് പറയുമ്പോൾ 40-42 റേഞ്ചിൽ വരുന്നുണ്ട് പകല്. രാത്രി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാലോ, ഏകദേശം ആ ഒരു ഇതിലൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഈ ചൂടത്ത് ഞങ്ങൾ ചൂടുവെള്ളം, സാധാരണ അവിടെ കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത് തണുപ്പത്തല്ലേ, ഞങ്ങൾ ചൂടത്ത് തന്നെ വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി ചെയ്യുന്നത്. ഒന്ന് മുങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ജിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ പോവാന്ന് പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഫാസിൽ പറഞ്ഞിങ്ങനെ രാത്രി പോയി മുങ്ങി, അവിടെ നല്ല വൈബാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയാ, അതിന് പ്രാന്ത് തന്നെ പറയണല്ലേ, അപ്പൊ എന്തായാലും ഞങ്ങള് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ നിങ്ങൾ ബാക്കി വഴിയെ കാണാം, ബാക്കി എത്തിയിട്ട് കാണാം. അതാ ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയില്ല. വാസിലഞ്ഞ് എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ ഉണ്ടല്ലോ. ഏകദേശം എന്താ പറയാ, ഒരു ഒമാന്റെ ഒരു കൾച്ചറില്ലേ, കൾച്ചറൽ അങ്ങനത്തെ ഒരു ഏരിയയാണ്. അതായത് പഴയ വീടുകളും ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താ രസം എന്നറിയാം. പക്ഷെ നമ്മളാ വറക്കലൊന്നുള്ള അത്ര ചൂടോടെ കിട്ടുന്നില്ല തോന്നുന്നില്ല. അല്ല AC അല്ല, പക്ഷെ ഇത് ടോട്ടൽ ഇങ്ങോട്ട് നോക്കണം. അത് നമ്മളൊരു നാട് പോലത്തെ സ്ഥലല്ലേ, നോക്കി നോക്ക്. ഈത്തപ്പനത്തിന്റെ മരം നമ്മളത് തെങ്ങിന്റെ ഇതുപോലെ. ജാതിരിലേക്കരയാണ് ഇല്ല ഇങ്ങനത്തെ ഇവിടെ തന്നെ ഇസ്വേലുണ്ട്. നമ്മള് മസ്കത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനത്തെ ഉണ്ട്. ശരിക്കും ഞാൻ പറയും രാത്രി വരുന്നതാണ് നല്ലത്. വണ്ടികളില്ല, ഒരു പ്രശ്നമില്ല, തിരക്കൊന്നുമില്ല. മറ്റേത് ഇവിടെ എനിക്കൊന്ന് പകല് സമയങ്ങളിവിടെ കൂടുതൽ ഫാമിലികളൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്ന ടൈമുകളാണ്. ഇപ്പൊ ഈ സമയത്ത് അതുകൊണ്ട് ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഏകദേശം ബാങ്ക് കൊടുക്കാൻ 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞ അവിടുത്തെ സുബഹി ബാങ്ക് കൊടുക്കും. ആ സമയത്താണ് പിടിച്ചിട്ട് ഞങ്ങളിതാ കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. 3 മണിക്ക് ഓടി ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ഹോട്ടലിൽ കിട്ടി. അവിടുത്തെ നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? സാൻഡ്വിച്ചും ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് അതും വാങ്ങി എന്താ പറയുക, ഒരു മുങ്ങിക്കുളി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. ഈ സമയത്ത് പോയി കഴിഞ്ഞപ്പോ ആരെങ്കിലും ഉണ്ടാവോ? സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരു 60% സാധ്യത ഉണ്ട്. ഈ ഒമാനി പയ്യന്മാര് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, വണ്ടി കഴുകുക, അങ്ങനത്തെ സെറ്റപ്പുള്ള ഒമാനീസിനെ കാണണം. പക്ഷെ ഇപ്പൊ സമയം പറഞ്ഞ പോലെ ബാങ്ക് കൊടുക്കുന്ന സമയമായി. അപ്പൊ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നാളെ അവിടുത്തെ എല്ലാവരും ഒഫീഷ്യൽ ലീവ് അല്ലേ, ആ ഒരു ഇതുകൊണ്ട് ചിലപ്പോ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും അല്ലേ. പോയിട്ട് അറിയാം. ഏകദേശം നമ്മൾ എത്തി. ചെറിയ വാതി കടന്നാല് അത്യാവശ്യം വെള്ളം ഉണ്ട്. കാരണം ഇവിടെ ഒന്നും നോർമലി ഫില്ലാവാറില്ല വെള്ളല്ലേ. ഇപ്പൊ മഴ ഏതൊക്കെ സുൽത്താനേറ്റുകളിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ, വാദികളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഏകദേശം അങ്ങോട്ടുള്ള ഒരു കവാടന്ന് വേണമെങ്കിൽ പറയല്ലേ. വണ്ടി ജസ്റ്റ് ചെറിയൊരു എൻട്രൻസ്. ഒരു 5-6 വണ്ടികളുണ്ട്. വണ്ടി കഴുകുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞ അവിടെ കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഞങ്ങള് വണ്ടി സൈഡാക്കിയിട്ട് എല്ലാരും അങ്ങോട്ടുള്ള പരിപാടി കേൾക്കാം. ഓക്കെ, ഫുഡ് കളയണ്ട കേട്ടോ. ഫുള്ള് ഇന്ന് ഇതിനടിച്ച് ഷോൾഡർ അടിച്ച് ഫുള്ള് സൈസ് ആയിക്കണ്. നമ്മളെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മള് കന്നഡ പുറത്തിറങ്ങിയതിനു ശേഷം നമ്മള് സെറ്റല്ലേ സ്ഥലം കണ്ട. ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബാക്കിലുള്ളതൊക്കെ അതാ ചെറിയ വാദികളാണ്. ഓക്കെ, കഴിക്കാനുള്ള ഫുഡുകളുണ്ട്, തോർത്ത് കാര്യങ്ങള്
സെക്കരിയ നമ്മള് ട്രൗസർ ഒന്നും എടുത്തിട്ടില്ലല്ലോ, നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. വെച്ചിട്ട് നമ്മള് കുളിക്കാറുണ്ട്. ഇവിടുന്ന് ഏകദേശം നമുക്ക് എത്ര മിനിറ്റ് നടക്കാനുണ്ട് ഫാസില? ഒരു 3 മിനിറ്റ് നടക്കാനുണ്ട് ഇവിടുന്ന്. ബാക്കിൽ ഇതാ ഫവാസ് ഉണ്ട്, മുന്നിൽ ഫാസിലുണ്ട്. സെക്കരിയ ആഞ്ഞ് നടന്നാട്ടാ. നടന്ന് മുന്നോട്ട് പോയിട്ട് എന്താ പറയാ, ഇനി ലേറ്റ് ഉണ്ടാവില്ല അല്ലേ? ഏകദേശം ഇരുട്ടാണ്. ഓക്കെ, എന്നാലും നമ്മളുള്ള വെളിച്ചം കൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ പോണ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ടോ ആൾക്കാരുണ്ട്, ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ്. പക്ഷെ ഫാസിലേ, ഈ ഏരിയയിൽ ചൂട് കുറവാട്ടാ, ചൂട് കുറവാന്നറിയാം. ഇത് രാത്രി ആയതുകൊണ്ട് ഫുള്ള് വെളിച്ചമൊന്നും കാണുന്നില്ല. പക്ഷെ പകല് എന്താ പറയാ, വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി അടിപൊളി. നമ്മളെ മേലെ ഒരു ചെറിയ മല ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിത് അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ വെള്ളം വരുന്ന സ്ഥലം. ഇത് മലൻ്റെ ഫുള്ള് കണ്ടോ, ഫുള്ള് മലയാണ് മേലേക്ക്. പക്ഷെ രാത്രി ആയതുകൊണ്ട് കാണുന്നില്ല. ഫാസില ചാടിക്കൊന്നോ? ചാടാനുള്ളൊന്നുമില്ല, ജസ്റ്റ് ആയിപ്പോ. ഫാസില എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ഇല്ല, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങി വെക്കറിയാ. എടാ ജി പേടിക്കണ്ടടാ, ഇത്ര ഉള്ളൂ. ഫാസിലിപ്പുറത്ത് കണ്ടില്ല ജി. ഇല്ലട നിൽക്കരേ ജി, ഇറങ്ങിക്കോ, ഒന്നും നോക്കണ്ട. സക്സി മാൻ. ഫാസ ഒന്ന് പോസ് കൊടുത്താ. ഓക്കെ, ചാടിക്കോ ഫാസ. ചാടാനുള്ള വെള്ളമൊന്നും ഇല്ലട്ടാ, അത്ര ചാടണ്ട. എങ്ങനെയുണ്ട് ഫാസ? എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂട്. നിക്കറിയാ തെറ്റല്ല. പിന്നെ നിക്കറിയാ എന്താ ചൂട് തരാം. പിന്നെ എടാ ഇതിന്റെ ഉള്ളിലല്ല ഗുഹ ഉള്ളത്? എവിടെയാണുള്ളത്? അത്ര വലിയ ഡേഞ്ചർ ഒന്നുമില്ല. വാസ എന്റെ കൈ ഓടിച്ചാ, കമോൺ പിടിച്ചോട്ടാ. നോക്കില്ലേ ഇവാ, ഈ കുഴി കണ്ടാ? ഇത് പകലൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ ഇറങ്ങി പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ക്ലാസ് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണിച്ചു കൊടുത്താ, ഇറങ്ങിയാൽ മതി. കണ്ടാ, ഒരാൾക്ക് കറക്റ്റ് പോള സ്പേസാ. ക്ലാസ് ഒന്ന് ഫുള്ളായിട്ട് ഇറങ്ങി കാണിച്ചു കൊടുത്താ. ക്ലാസ് നോക്കിക്കോ എങ്ങനെയുണ്ട്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് റിസ്കിന് നിൽക്കണ്ട, എന്നാ കയറി പോരാ. കൈ ഉണ്ടോ? ഓക്കെ, ഫാസില. ഓക്കെ, ഇതാണിപ്പോ ഇത്. ഇനിയും ഞാൻ വീഡിയോ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ കുളിക്കാനുള്ള സമയം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാടാൻ പോവാണ്. പിന്നെ ഇവിടെ തണുപ്പത്തും ചൂടത്തൊക്കെ ഈ വെള്ളം എന്താ പറയാ, ചൂടല്ലേ, എല്ലാ ടൈമിലും ഈ ചൂടുണ്ടാവും. ഇപ്പൊ ചൂടാണെങ്കിൽ ചൂടായതുകൊണ്ട് മാത്രമല്ല, മഴക്കാലത്തും ഇവിടെ തണുപ്പിന്റെ സമയമായാലൊക്കെ നല്ല ചൂടാണ്. അതായത് അതിന്റെ ഒരു പ്രത്യേകത തന്നെയല്ലേ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇത്, ദൈവത്തിന്റെ ഒരു പ്രത്യേക എന്താ പറയാ, എന്താ അതന്നെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം അതന്നെ. സെക്രട്ടറിയൊക്കെ പറയാനുള്ളത് ഒമാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ഒരു രസമില്ല. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. പക്ഷെ നാളെ മോർണിംഗ് ആണ്. പക്ഷെ എനിക്ക് പോകണ്ട, എനിക്ക് എൻജോയ് ചെയ്യണം. സെക്രട്ടറി ആദ്യം കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് കേറുന്നില്ല. സെക്രട്ടറി ദുബായിനെയും ഒമാനും കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യാൻ എപ്പോഴും പറ്റിയ സ്ഥലം ഒമാനും. ഇതേപോലത്തെ എന്താ പറയാ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, ആർട്ടിഫിഷ്യൽ അല്ല ഒന്നും. അതാണ് ആർട്ടിഫിഷ്യൽ അല്ല, ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ കാണുന്നത്. ഞങ്ങളിപ്പോ അതിന് റിസ്ക് എടുക്കാത്തതാണ്. അതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർ ഒരാൾക്ക് ഇറങ്ങാനുള്ളതും പിന്നെ അതിന്റെ ഉള്ളിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷെ ഈ രാത്രി ആയില്ല. പിന്നെ നമുക്ക് വഴി അറിയുന്ന ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അയാൾ. പിന്നെ ചെറുപ്പക്കാരുടെ ഉല്ലാസം, അപകടത്തിലേക്കുള്ള തലക്കെട്ടൊന്നും കാണാനുള്ള ത്രാണ് ഞങ്ങൾക്കില്ല. പിന്നെ എന്തായാലും ദിവസങ്ങൾ പകല് വരുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കൈ കഴുകാണ്. എന്താ ഈ ഞങ്ങളാ കുളിച്ച വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന അരുവിയുണ്ട്, അതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, വെള്ളം കുറവാണ്. അപ്പോൾ ഫാസേ ഞങ്ങൾ നല്ല ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരം വൈകിക്കൊണ്ട് ആക്ച്വലി നമ്മൾ ജിം കഴിഞ്ഞിട്ട് ഗ്രില്ലാണ് അടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കിട്ടിയില്ല സാധനം. അപ്പോൾ ഞങ്ങൾ എന്താ നല്ല ക്ലബ്ബ് അടിച്ചിട്ടുണ്ട്, മിക്സ് ക്ലബ്ബ്. അവിടെ നിന്ന് വാങ്ങിയപ്പോൾ ഇതാ ഫുഡ് കഴിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അക്കിരിയ സ്റ്റാർട്ട് ചെയ്തോ. ഇവിടെ ആകുമ്പോൾ 2 ഉപകാരം ഉണ്ട്. എന്താണ്, നമുക്കിവിടെ കൈ ഇവിടുന്ന് കഴുകാം,
അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. എല്ലാം ഉണ്ട്. സലാഡ് ഉണ്ട്, അമൂസ്. എങ്ങനെയുണ്ട് ഫവാസേ? സെറ്റല്ലേ? 1.5 മാസത്തിന് ശേഷം ഇതുപോലെ ഒരു ഐറ്റം കഴിക്കുന്നല്ലേ? ഡേറ്റിലിരുന്നതാ ഫവാസ്. ഏകദേശം 10 കിലോ. എത്ര കിലോ കുറഞ്ഞപ്പോ? 13.5 കിലോ. മാഷാ അല്ലാ. 13.5 കിലോ 5 ആഴ്ച. മാഷാ അല്ലാ. ഒക്കെ എന്താ ഫാസില് കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പൊ ഫാസിലും ഡേറ്റ് ആണ്. അതുകൊണ്ട് കുറച്ച് അടിച്ചാൽ മതി. അതൊക്കെ ഇതും ഡേറ്റ് ആണ്. കുറച്ച് അടിച്ചാൽ മതിട്ടാ. ഇതാ ഞങ്ങള് കുളി കഴിഞ്ഞ് നല്ല മുങ്ങി കുളിച്ച് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണം കഴിച്ച്. ആ ഭക്ഷണം കഴിച്ചത് നിങ്ങൾ കണ്ടതാണ് എവിടുന്നാന്നുള്ളത്. അപ്പൊ അതാ എല്ലാരും നല്ല ടയർഡല്ലേ? നല്ല ടയർഡാണ്. ഇനി നേരെ ഞങ്ങള് റൂമിലേക്ക് പോവാ. അത്ര തന്നെ. നാളെ വെള്ളിയാഴ്ചയാണ്. പള്ളിയിലൊക്കെ പോകാനുള്ളതല്ലേ. അപ്പൊ നേരത്തെ എണീക്കണം. പിന്നെ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലല്ലേ ഒരു സ്പെഷ്യൽ സ്ഥലമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഞങ്ങളെല്ലാവരും.